കേരളത്തിലെ മാത്രം ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിമാരെ കണ്ടെത്താൻ വേണ്ടി ഇതിലേറെ ദിവസം ചെലവഴിച്ചായിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുന്നതാണ് എനിക്ക് പറയേണ്ടത്. അത് നമ്പൂതിരിപ്പാടിൻ്റെ കാലം മുതലുള്ള ചരിത്രം എടുത്തൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും കാലവിളംബം ഉണ്ടായെന്ന് പറയാൻ സാധിക്കില്ല. കോൺഗ്രസ് ഒരു വിശാലമായ രാഷ്ട്രീയ പാർട്ടിയാണ്. ജനാധിപത്യം പൂർണ്ണമായി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെ എല്ലാ തലങ്ങളിലും സമഗ്രമായ ചർച്ച നടത്തിയ ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതിൻ്റെ കാലവിളംബം എന്നതിൽ കവിഞ്ഞ് മറ്റൊരു കാലവിളംബം ഉണ്ടായിട്ടില്ല. അതാണ് കോൺഗ്രസിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ല, കാരണം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് മാത്രമേ അറിയുള്ളൂ എത്ര പേരുടെ പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന കാര്യം അവർക്കേ അറിയാൻ സാധിക്കുള്ളൂ. അതൊരു കോൺഫിഡൻഷ്യലായിട്ട് റിപ്പോർട്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്ന് അത്ര കൃത്യമായിട്ട് കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും കെ.സി. വേണുഗോപാലിനെ അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗം എം.എൽ.എമാരും അതുപോലെ ജനപ്രതിനിധികൾക്കും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഈ കാര്യത്തിൽ സുചിന്തിതമായ ഒരു തീരുമാനമെടുത്തത്. പെട്ടെന്നൊരു തീരുമാനം എടുത്തല്ല. ഇത് ഒരു ഏകാധിപത്യ പാർട്ടിയല്ലല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ചർച്ചകൾ ആവശ്യമുണ്ട്. ആ ചർച്ചകളൊക്കെ കൃത്യമായി നടത്തിയ ശേഷമാണ് ഈ തീരുമാനമെടുത്തത്. ആ തീരുമാനത്തെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ശ്രീമാൻ വി.ഡി. സതീശൻ, അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ കെ.സി. വേണുഗോപാൽ, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനാണ് ഏറ്റവും അധികം ഒരു ശ്രദ്ധ അദ്ദേഹം കേന്ദ്രീകരിച്ചത്. സംസ്ഥാനത്തുടനീളം അദ്ദേഹം ഓടി നടക്കുകയായിരുന്നു, രാപ്പകൽ വ്യത്യാസമില്ലാതെ. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ശ്രീമാൻ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ പങ്കാളിത്തം അത് നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ തമ്മിലുള്ള കൂട്ടായ്മ, ഘടകകക്ഷികൾ തമ്മിലുള്ള ഐക്യം, ഇതൊക്കെ തന്നെ ചേർന്നുകൊണ്ടുള്ള ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ സമ്പൂർണ്ണമായ പിന്തുണയോടുകൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയും ആ തെരഞ്ഞെടുപ്പിൻ്റെ വിജയവുമായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. സൈബറാക്രമണം ആർക്കും ചെയ്യാവുന്നതല്ലേ, അതിന് വലിയൊരു ചിലവൊന്നുമില്ലല്ലോ. എവിടെ ഇരുന്നുകൊണ്ടും ആർക്കും എന്തും എഴുതി പിടിപ്പിക്കാമല്ലോ. അങ്ങനെയൊന്നും നമ്മൾ നേതാക്കന്മാരൊക്കെ തന്നെ യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും? എല്ലാവരെയും തുല്യമായിട്ട് കണക്കാക്കണം. ആരെക്കുറിച്ചാണ് അഭിപ്രായമുള്ളത് അഭിപ്രായം നമ്മുടെ മനസ്സിൽ വയ്ക്കണം. പക്ഷേ സൈബറിൽ അവരുടെ കഴിവുകളെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇകഴ്ച സംസാരിക്കുക എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ സ്വഭാവം ആരുടെ ഭാഗത്തുണ്ടായാലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഘടകകക്ഷികളുമായിട്ട് ചർച്ച നടക്കണം. അതുപോലെ തന്നെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി അതുകൂടി ചർച്ച നടത്തണം. പിന്നെ നേതാക്കന്മാർ തമ്മിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് എങ്ങനെയാണോ നിയുക്ത മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചത് അതുപോലെ ചർച്ചകൾ നടത്തുമ്പോൾ എല്ലാ നേതാക്കന്മാരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് അത്തരമൊരു തീരുമാനമെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.